ലക്ഷ്മി കൃഷ്ണ, ഒരു സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ എന്തൂസിയാസ്റ്റ് ആണ്. ഇന്ന് നമ്മുടെ ട്യൂസ്ഡേയുടെ Q&A സെക്ഷനിലാണ് പോകുന്നത്. പക്ഷെ അതിന് മുന്നേ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കണ്ടിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ പറ്റി ഒന്ന് ആലോചിക്കാം. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് ഇറങ്ങാം. ഞാൻ ഈ പറയാൻ പോകുന്ന ക്വസ്റ്റ്യൻ നമ്മൾ ഒരുപാട് പ്രാവശ്യം ചാനൽ ഡിസ്കസ് ചെയ്തതാണ്. പക്ഷേ ഇത് ഒരുപാട് പേർക്ക് വരുന്നൊരു പ്രോബ്ലം ആയതുകൊണ്ട് ലാസ്റ്റ് Q&A അടിയിൽ തന്നെ വന്നതുകൊണ്ട് നമുക്ക് ഒന്നും കൂടി ഡിസ്കസ് ചെയ്യാം. അതായത് എന്റെ മുഖത്ത് പിമ്പിൾസ് ഉണ്ട്, നല്ല കട്ടിയുള്ള പിമ്പിൾസ് ആണ്, സ്കിന്നിന്റെ അണ്ടറിലാണ് ഇത് വരുന്നത്. നല്ല റെഡിഷ് ആയിട്ടായിരിക്കും, പെയിൻഫുൾ ആയിരിക്കും. അത് വന്നിട്ട് പോകുമ്പോഴത്തേക്ക് ചിലപ്പോൾ അവിടെ ഒരു ചെറിയ ഡാർക്ക്നെസ് ഉണ്ടാവും. അപ്പൊ അതിന് ഞാൻ എന്തൊക്കെ ചെയ്യണം എന്നാണ് ചോദിക്കാറ്. മെയിൻ ആയിട്ടും ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് വെച്ചാൽ നമുക്ക് രണ്ട് കാര്യങ്ങൾ ഇതിനകത്ത് പറയാനുണ്ട്. ഒന്ന്, പിമ്പിൾ എന്തുകൊണ്ടാണ് ആ പിമ്പിൾ അവിടെ വരുന്നത്. രണ്ടാമത്തേന്ന് വെച്ചാൽ ആ ഡാർക്ക് സ്പോട്ട് നമുക്ക് എങ്ങനെ മാറ്റാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. മെയിൻ ആയിട്ടും ഇങ്ങനത്തെ പിമ്പിൾസ് വരുന്നത് നമ്മുടെ പുറത്തോട്ട് വരാതെ സ്കിന്നിന്റെ അടിയിൽ തന്നെ നമ്മുടെ പോസിനകത്ത് ഈ പ്രത്യേകിച്ച് ഇത് വരുന്ന ഓയിലി സ്കിൻകാർക്കാണ്. ഈ ഓയില് ചെന്നിട്ട് നമ്മുടെ ഡെക്റ്റിന്റെ പുറത്തോട്ട് വരാതെ സ്കിന്നിന്റെ പുറത്തോട്ട് വരത്തില്ല എന്ന് വെച്ചാൽ നമ്മുടെ പോസില്ലേ അത് ഓപ്പൺ ആവാതെ ഇരിക്കുമ്പോൾ ഉണ്ടാവുന്ന കണ്ടീഷനാണ് ഈ ഒരു സമയത്ത് ക്ലോസ്ഡ് കൊമഡോൺസ് എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാൻ പറ്റും. ചില എല്ലാ ബാക്ടീരിയ ഇൻഫെക്ഷൻ നടക്കുന്നത് നമ്മുടെ സ്കിന്നിന്റെ അണ്ടറിലായിരിക്കും. ഓയിൽസ് കാരണം ഉണ്ടാകുന്ന ബാക്ടീരിയ ഇൻഫെക്ഷൻസ് ഒക്കെ നടക്കുന്നത് സ്കിന്നിന്റെ അണ്ടറിലായിരിക്കും. ഇത് അടുത്തുള്ള സ്ട്രക്ചറിന്, അടുത്തുള്ള പോസിനെയും ഒക്കെ ഇത് സെബേഷ്യസ് ഗ്ലാൻഡിനെയൊക്കെ ഇത് ബാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇത് ബാക്ടീരിയ ഇൻഫെക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ നല്ല പെയിൻഫുള്ളും ആയിരിക്കും. ആ ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ റെഡിഷ് കളറായിട്ടായിരിക്കും വരുന്നത്. പിന്നെ പക്ഷെ ഇത് പൊട്ടിക്കാനൊന്നും നമുക്ക് പറ്റത്തില്ല, കാരണം പഴുപ്പുണ്ടെങ്കിൽ പുറത്തോട്ടൊന്നും വരാതിരിക്കുന്ന സംഭവം. ഇതിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് രണ്ട് ഇൻഗ്രീഡിയന്റ് ആണ്. ഒന്ന് സാലിസിലിക് ആസിഡും, രണ്ട് ബെൻസോൾ പെറോക്സൈഡും. അപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന എന്തെന്ന് വെച്ചാൽ ഒന്നിൽ സാലിസിലിക് ആസിഡ് ബേസ് ചെയ്തിട്ട് ഫേസ് വാഷ് ഡെയിലി യൂസ് ചെയ്യണമെങ്കിൽ ഇത് നമ്മുടെ സ്കിന്നിൽ പോസിനകത്തൊരു സ്കിന്നിൽ കഴുകുമ്പോഴത്തേക്ക് പോസിന് അണ്ടറിലോട്ട് ഇറങ്ങി ചെന്നിട്ട് പോസിന് അൺക്ലോഗ് ചെയ്യും. അത് കാരണം നമുക്ക് കുറച്ചൊക്കെ ഓയിൽസിനെ ബ്രേക്ക് ഔട്ട് ചെയ്ത് കളയാൻ പറ്റുകയും ചെയ്യും. രണ്ടാമത്തേന്ന് വെച്ചാൽ ഇത് നമുക്കുള്ള ഓയിൽ പ്രൊഡക്ഷൻ ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മൾ ഒരു ബെൻസോൾ പെറോക്സൈഡ് ക്രീമാണ്. വിത്തൗട്ട് പ്രിസ്ക്രിപ്ഷൻ നമുക്ക് 2.5 ബെൻസോൾ പെറോക്സൈഡ് ക്രീം അല്ലെങ്കിൽ ജെല്ലിന്റെ ഫോമിലാണ് ഇത് കിട്ടുന്നത്, നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ എന്താന്ന് വെച്ചാൽ നമ്മൾ മോർണിംഗും നൈറ്റും ബെൻസോൾ പെറോക്സൈഡ് നമുക്ക് യൂസ് ചെയ്യാം, ഇഷ്യൂസ് ഒന്നും ഇല്ലാണ്ട്. ബെൻസോൾ പെറോക്സൈഡ് എന്ന് പറയുന്നത് ആന്റി ബാക്ടീരിയൽ ആയിട്ടുള്ള സാധനം, അതായത് ബാക്ടീരിയ കില്ല് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ്. ഓൾറെഡി നമ്മൾ ഓയിൽ കൺട്രോൾ ചെയ്തു. പിന്നെയുള്ളതെന്ന് വെച്ചാൽ അതിനകത്തുള്ള ബാക്ടീരിയ കൊല്ലാനായിട്ട് നമ്മൾ ബെൻസോൾ പെറോക്സൈഡ് ക്രീമും കൂടെ യൂസ് ചെയ്യുമ്പോൾ ഒരു പരിധി വരെ ഇത് കുറയും. പക്ഷെ അതൊരു മൈൽഡ് മോഡറേറ്റ് ആണെങ്കിലാണ് നമുക്കിത് കുറയുന്നത്. അതിനപ്പുറത്തോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡെർമറ്റോളജിസ്റ്റിനെ കാണേണ്ടി വരും. ഒന്നെന്ന് വെച്ചാൽ നമുക്ക് ഓറലായിട്ട് മെഡിക്കേഷൻ എടുക്കേണ്ടി വരും. രണ്ടെന്ന് വെച്ചാൽ നമുക്ക് ഒരു ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള സിസ്റ്റിക് ടൈപ്പ് ആക്നെ ആണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ഇഞ്ചക്ഷൻ വെച്ചിട്ട് മാറ്റാൻ പറ്റും. അത് നമ്മൾ ഡെർമറ്റോളജിസ്റ്റിനെ കടുത്ത് തന്നെ പോകണം. മൈൽഡ് ആയിട്ടൊക്കെ വരുന്നതാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞൊരു മെത്തേഡ് വെച്ചിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. സാലിസിലിക് ആസിഡ് ആയാലും ബെൻസോൾ പെറോക്സൈഡ് ആയാലും നമ്മുടെ സ്കിൻ നന്നായിട്ട് ഡ്രൈ ഔട്ട് ചെയ്യുന്ന സാധനമാണ്. നന്നായിട്ട് നല്ല മോയ്സ്ചറൈസർ യൂസ് ചെയ്യണം. മാക്സിമം ജെൽ ബേസ്ഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. റീസൺ എന്തെന്ന് വെച്ചാൽ നോക്കുരു വരുന്ന കാരണം അവിടെ സ്കിൻ ഓൾറെഡി ഇറിറ്റേറ്റഡ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. ഈ ഇറിറ്റേറ്റഡ് ആയിരിക്കുന്ന സ്കിന്നിനകത്ത് നമ്മൾ ഒരുപാട് പൊട്ടിക്കാനുള്ള ശ്രമം വല്ലപ്പോഴൊക്കെ തൊടലും ഒക്കെ ഉണ്ടാവുമ്പോഴത്തേക്ക് ഇറിറ്റേഷൻ കൂടും, മുറിവ് കൂടുമ്പോഴത്തേക്ക് ആ വൂണ്ട് കണക്ക് ചെറുതായിട്ട് എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഹൈപ്പർ പിഗ്മെന്റേഷൻ അല്ലെങ്കിൽ ചെറുതായിട്ട് ഡാർക്ക് സ്പോട്ട് വരാനായിട്ട് സ്റ്റാർട്ട് ആവും. അതിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ സൺസ്ക്രീൻ ആണ്. ഓൾറെഡി എന്തായാലും നമുക്ക് അവിടെ ഒരു ഹൈപ്പർ പിഗ്മെന്റേഷൻ വരും, പക്ഷേ സൺസ്ക്രീനും ഇടുമ്പോഴത്തേക്ക് അതിന് ഇന്റൻസിറ്റി കൂടുതലൊന്ന് കുറയ്ക്കാനായിട്ട് പറ്റും. അടുത്തത് നമുക്ക് യൂസ് ചെയ്യേണ്ടത് ഈ ഓൾറെഡി വരുന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു ഡാർക്ക് സ്പോട്ടിനെ മാറ്റാനായിട്ട് എന്ത് യൂസ് ചെയ്യണം എന്നുള്ളതാണ്. അതിന് ഏറ്റവും ബെസ്റ്റ് കോജിക് ആസിഡോ അതല്ലെങ്കിൽ അസലിക് ആസിഡോ ആണ്. നമ്മുടെ ഇന്ത്യൻ സ്കിന്നിൽ കുറച്ചുകൂടെ വർക്ക് ചെയ്യുന്നത് അസലിക് ആസിഡ് ആണ്. മാത്രമല്ല അതൊരു ആന്റിബയോട്ടിക് പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ട് തന്നെ ഈ ബാക്ടീരിയ കൊല്ലാനായിട്ട് അസലിക് ആസിഡ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. കോജിക് ആസിഡോ അസലിക് ആസിഡോ കൂടി യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു ഹൈപ്പർ പിഗ്മെന്റേഷന്റെ അല്ലെങ്കിൽ ഒരു പിമ്പിൾസ് കാരണം വരുന്ന ഡാർക്ക് സ്പോട്ട് കുറയ്ക്കാനും ഹെൽപ്പ് ചെയ്യും. ഓയിലി സ്കിൻ ആണ്, നിങ്ങൾക്ക് ഏത് മോയ്സ്ചറൈസർ സെലക്ട് ചെയ്യണം എന്ന് കൺഫ്യൂസ്ഡ് ആണെങ്കിൽ ഞാൻ റീസെന്റ് ആയിട്ട് തന്നെ ഓയിലി സ്കിൻകാർക്ക് ഒരു സ്കിൻ കെയർ റൊട്ടീൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ കമന്റ് ബോക്സിൽ നമ്മൾ ഈ പ്രൊഡക്റ്റിന്റെ ഒക്കെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ആ പ്രൊഡക്റ്റ് ലിങ്ക് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോയ്സ്ചറൈസർ നിങ്ങൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്നതാണ്. അടുത്ത വന്ന ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഞാൻ ലാസ്റ്റ് വീക്കിൽ വിഷ് കെയറിന്റെ നമ്മുടെ ബോഡി മോയ്സ്ചറൈസറിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. റീസെന്റ് ഫേവറേറ്റ് ആയിട്ടുള്ളത് അതിനകത്ത് AHA BHA ബോഡി ലോഷൻ ആയിരുന്നു. 10% AHA ഒക്കെ ഉള്ളൊരു ബോഡി ലോഷൻ ആയിരുന്നു.
അപ്പൊ അത് ഏതൊക്കെ സ്കിൻ ടൈപ്പുകാർക്ക് യൂസ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ടായിരുന്നു ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യൻ മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മൾ കുറച്ചുകൂടി ബേസിക് ആയിട്ടുള്ള കാര്യം പറയണം. എന്താണ് ഏജ്, എന്താണ് ബി എച്ച് എന്ന് മനസ്സിലാക്കിയാൽ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഈസിലി ആൻസർ പറയാൻ പറ്റും. എച്ച് എന്ന് വെച്ചാൽ ആൽഫ ഹൈഡ്രോക്സി ആസിഡ്, ബി എച്ച് എന്ന് വെച്ചാൽ ബീറ്റ ഹൈഡ്രോക്സി ആസിഡ്. ഈ എച്ച് വാട്ടറിനെയാണ് കൂടുതൽ ഇഷ്ടം, ബി എച്ച് ഓയിലിനാണ് കൂടുതൽ ഇഷ്ടം. ഞാൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞ സാലിസിലിക് ആസിഡ് അല്ലേ, അത് ബി എച്ച് ആണ്, അത് കൂടുതൽ ഓയിൽ ലവിങ് ആണ്. അപ്പൊ ഓയിൽ ഉള്ളിടത്തോട്ടായിരിക്കും കൂടുതലായിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ബി എച്ച് ഇസ് ഏറ്റവും കൂടുതൽ നല്ലത് കോമ്പിനേഷൻ ഓയിലി സ്കിൻകാർക്കായിരിക്കും. എച്ച് എന്ന് വെച്ചാൽ വാട്ടർ ലവിങ് ആയതുകൊണ്ട് തന്നെ ഓൾറെഡി ഡ്രൈ സ്കിൻ ആണ് എച്ച് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ സ്കിൻ വീണ്ടും അത് ഡ്രൈ ആക്കാനായിട്ട് പോകത്തില്ല. എച്ച് ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ ഡ്രൈ ആക്കത്തില്ല, പക്ഷെ എച്ച് ഡ്രൈ ആക്കും. ഓവർ യൂസ് ആയി കഴിഞ്ഞാൽ എച്ച് ഡ്രൈ ആക്കും. എച്ചും ബി എച്ചും ആൽഫ ഹൈഡ്രോക്സി ആസിഡും ബീറ്റ ഹൈഡ്രോക്സി ആസിഡും എക്സ്ഫോളിയേറ്റിങ്ങിന് വേണ്ടി നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്, അതായത് നമ്മുടെ സ്കിന്നിൽ ഡെഡ് സ്കിൻസ് ഒക്കെ റിമൂവ് ചെയ്ത് കളയാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. നമ്മുടെ ഫേസിനും ബോഡിക്കും രണ്ട് ടൈപ്പ് എക്സ്ഫോളിയേഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുക. നമ്മുടെ ഫേസിൽ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് സാലിസിലിക് ആസിഡ് ഒക്കെ ബേസിക്കലി 2% ഒക്കെ മാക്സിമം യൂസ് ചെയ്യും, വീക്കിലി ഒക്കെ നമ്മൾ യൂസ് ചെയ്യുള്ളൂ. പക്ഷെ ബോഡിയിലോട്ട് വരുമ്പോൾ ഈ പറയുന്ന 2% സാലിസിലിക് ആസിഡും എച്ച് ആയിട്ട് വരുന്ന ഗ്ലൈക്കോളിക് ആസിഡോ ലാക്ടിക് ആസിഡോ ഒക്കെ ആണെങ്കിൽ നമ്മൾ 10% നമ്മൾ ഡെയിലി യൂസ് ചെയ്യും. കാരണം ഫേസിലെ സ്കിന്നും ബോഡി സ്കിന്നും വ്യത്യാസം കൊണ്ടാണ് നമ്മൾ അങ്ങനെ യൂസ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ 10%ലുള്ള വിഷ് കെയറിന്റെ ബോഡി ലോഷൻ ഡ്രൈ സ്കിൻകാർക്കും യൂസ് ചെയ്യാം, അതുപോലെ തന്നെ നോർമൽ സ്കിൻകാർക്കും യൂസ് ചെയ്യാം. പക്ഷെ ഇത് ഏറ്റവും നല്ലത് ആർക്കൊക്കെ എന്ന് വെച്ചാൽ ബോഡിയിൽ ടാനിങ് ഉണ്ടെങ്കിൽ, കെരാറ്റോസിസ് പൈലാരിസ്, സ്ട്രോബെറി ലെക്സ് എന്നൊക്കെ പറയുന്ന സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ, ബോഡി ആക്നെ ഉണ്ടെങ്കിൽ, കാരണം സാലിസിലിക് ആസിഡ് കൊണ്ടല്ലേ ബോഡി ആക്നെ ഉണ്ടെങ്കിൽ, ബോഡി ആക്നെ കാരണം ബോഡിയിൽ ഹൈപ്പർ പിഗ്മെന്റേഷൻ, ഡാർക്ക് സ്പോട്ട് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബോഡി മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം. ഇതല്ല ഏതെങ്കിലും ഒരു ബോഡി മോയ്സ്ചറൈസർ, എച്ച് ബി എച്ച് ബോഡി മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം. കെരാറ്റോസിസ് പൈലാരിസിന് ഏറ്റവും നല്ലത് എച്ച്, ലാക്ടിക് ആസിഡ് ആണ് കുറച്ചുകൂടി നല്ലത്. ഗ്ലൈക്കോളിക് ആസിഡ് ഒരു എച്ച് ആണ്. ഗ്ലൈക്കോളിക് ആസിഡിനെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ലാക്ടിക് ആസിഡ് ഒന്നും കൂടെ ജെന്റിലാണ്, 10% ഒന്നും കൂടെ ജെന്റിൽ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ടാനിങ് മാറ്റാനും ഈ കേപ്പി മാറ്റാനും ഒക്കെ ലാക്ടിക് ആസിഡ് കുറച്ചുകൂടെ സൗകര്യം ഉള്ളതായിരിക്കും. ഗ്ലൈക്കോളിക് ആസിഡ് അതുകൊണ്ട് തന്നെ ബോഡി മോയ്സ്ചറൈസർ ഇത്ര ഹൈ കോൺസെൻട്രേഷനിൽ ഉണ്ടാവാറില്ല. ഈ എച്ച് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു കാര്യം കൂടെ പറയാം, നിങ്ങൾ ബോഡി മോയ്സ്ചറൈസറിൽ എച്ച് ബി എച്ച് എന്ന് കണ്ടാൽ അത് എപ്പോഴും ലാക്ടിക് ആസിഡ് ആയിരിക്കും ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. അത് കഴിഞ്ഞ് വളരെ കുറച്ച് കോൺസെൻട്രേഷനിൽ ഗ്ലൈക്കോളിക് ആസിഡും അതിനേക്കാളും കുറച്ച് കോൺസെൻട്രേഷനായിരിക്കും സാലിസിലിക് ആസിഡും ഉണ്ടാവുക. ഏത് ബോഡി ലോഷൻ എടുത്താലും എച്ച് ബി എച്ച് എന്ന് കണ്ടു കഴിഞ്ഞാൽ എല്ലാ ബോഡി ടൈപ്പുകാർക്കും ഒരുപോലെ യൂസ് ചെയ്യും. പക്ഷേ നിങ്ങൾ സെൻസിറ്റീവ് ആയിട്ടുള്ള ബോഡി ടൈപ്പ് അല്ലെങ്കിൽ ഒരുപാട് ചൊറിച്ചിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ബോഡി മോയ്സ്ചറൈസർ അവോയ്ഡ് ചെയ്തിട്ട് കൂടുതലും ഷിയ ബട്ടർ ഒക്കെ ഉള്ള ബോഡി, എക്സ്ട്രീംലി ഡ്രൈ സ്കിൻ ഒക്കെ ആണെങ്കിൽ ഷിയ ബട്ടർ ഉള്ള ബോഡി മോയ്സ്ചറൈസർ, കൊക്കോ ബട്ടർ ഉള്ള ബോഡി മോയ്സ്ചറൈസർ ഒക്കെ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. എച്ച് ബി എച്ച് ബോഡി മോയ്സ്ചറൈസർ ആഴ്ച 2 പ്രാവശ്യം 3 പ്രാവശ്യം ആയിട്ട് ഒഴിവാക്കാം. ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ടുള്ള സ്കിന്നുള്ള ആൾക്കാർക്കൊക്കെ അല്ലാന്നുണ്ടെങ്കിൽ നോർമലി ഇപ്പൊ എനിക്ക് ഡ്രൈ അല്ല, നോർമൽ ആയിട്ടുള്ള ഡ്രൈ സ്കിൻ ആണ്, ചിലപ്പോൾ ഡ്രൈ ആവും, കാലാവസ്ഥ അനുസരിച്ച് ഡ്രൈ, അങ്ങനത്തെ മാത്രമൊക്കെ ഡ്രൈനെസ് ഒക്കെ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ ഡെയിലി ബോഡി ലോഷൻ യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ഇത് എപ്പോഴും നല്ലത് 2 നേരം യൂസ് ചെയ്യണം, നൈറ്റിൽ യൂസ് ചെയ്യാം. മോർണിംഗിൽ നിങ്ങളൊരു സൺസ്ക്രീൻ സ്കിപ്പ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. എച്ച് ബി എച്ച് ഒക്കെ ആയതുകൊണ്ട് തന്നെ എക്സ്ഫോളിയേഷൻ നടക്കുമല്ലോ, അപ്പൊ സൺസ്ക്രീൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സൺസ്ക്രീൻ യൂസ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ടാൻ മാറാനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ടാനിങ് കൂടാനുള്ള ചാൻസ് കൂടുതലാണ്. പോയിന്റ് മെയിൻ ആയിട്ട് നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ എച്ച് ബി എച്ച് ബോഡി മോയ്സ്ചറൈസർ എല്ലാ ബോഡി സ്കിൻ ടൈപ്പുകാർക്കും ഒരുപോലെ യൂസ് ചെയ്യും. എക്സ്ട്രീംലി ഡ്രൈ ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള സ്കിൻകാരാണെങ്കിൽ നിങ്ങൾ ഷിയ ബട്ടർ, കൊക്കോ ബട്ടർ അല്ലെങ്കിൽ വാസ്ലിൻ പോലെയുള്ള ബോഡി മോയ്സ്ചറൈസേഴ്സ് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. നെക്സ്റ്റ് എന്തായാലും നിങ്ങളുടെ സൺസ്ക്രീൻ ഒരിക്കലും സ്കിപ്പ് ചെയ്യാനും പാടില്ല. ലാസ്റ്റ് ഞാൻ പറയാൻ പോകുന്ന ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ റെറ്റിനോൾ ബോഡി മോയ്സ്ചറൈസറിനെ പറ്റിയിട്ടാണ്. നമ്മൾ സ്ട്രെച്ച് മാർക്സ് ഒക്കെ ഉണ്ടെങ്കിൽ മാറാനായിട്ട് റെറ്റിനോൾ ബോഡി മോയ്സ്ചറൈസർ ഉപയോഗിച്ചാൽ മതി. ഈ ബോഡി മോയ്സ്ചറൈസറിൽ റെറ്റിനോളിനൊക്കെ 2% ഒക്കെ വരെ ഉണ്ടാവുള്ളൂ. അതിനകത്ത് ഒരുപാട് മോയ്സ്ചറൈസിങ് കണ്ടന്റ് ആയിരിക്കും കൂടുതൽ. റെറ്റിനോൾ ഉണ്ടായിരിക്കും, പക്ഷെ അതിനകത്ത് കൂടുതൽ മോയ്സ്ചറൈസിങ് ഫാക്ടേഴ്സ് ആയിരിക്കും കൂടുതൽ. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രഗ്നന്റോ ലാക്ടേറ്റിങ്ങോ അതല്ല നിങ്ങൾ പ്രഗ്നൻസി പ്രിപ്പറേഷനോ ഒന്നും അല്ലാത്ത ആൾക്കാരാണെങ്കിൽ റെറ്റിനോൾ സിറംസ് വാങ്ങിക്കാൻ കിട്ടുന്നില്ല, അത് അപ്ലൈ ചെയ്തിട്ട് അതിന്റെ മുകളിലോട്ട് നോർമൽ ബോഡി മോയ്സ്ചറൈസർ, ലാക്ടിക് ആസിഡ്, സാലിസിലിക് ആസിഡ്, അതല്ലെങ്കിൽ ഗ്ലൈക്കോളിക് ആസിഡ്, എച്ച് ബി എച്ച് എന്ന് എഴുതാത്ത സാധാരണ ബോഡി മോയ്സ്ചറൈസർ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ആക്ച്വലി ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല, ആക്ച്വലി അത് മനസ്സിന് വിട്ടുപോയതാണ്. നമ്മൾ ഫേസിൽ പറയും ബോഡിയിൽ പറയേണ്ടല്ലോ എന്ന് വിചാരിച്ച് വിട്ടുപോയതാണ്. പക്ഷെ ഞാൻ എടുത്തു പറയുന്നത്, നിങ്ങൾ ബോഡിയിൽ സ്ട്രെച്ച് മാർക്സ് മാറാനായിട്ട് ബോഡി മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നുണ്ട്, അതിന്റെ കൂടെ നിങ്ങൾ റെറ്റിനോൾ കൂടെ ഉപയോഗിക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് റെറ്റിനോൾ ഉപയോഗിക്കാം, എന്നിട്ട് നിയാസിനമൈഡ്, ഗ്ലിസറിൻ, വാസ്ലിൻ, ഷിയ ബട്ടർ, കൊക്കോ ബട്ടർ ഒക്കെ അടങ്ങിയ ബോഡി മോയ്സ്ചറൈസർ ഉപയോഗിക്കുക. റെറ്റിനോൾ യൂസ് ചെയ്യാത്ത ടൈമുകളിൽ നിങ്ങൾക്ക് ലാക്ടിക് ആസിഡോ ഗ്ലൈക്കോളിക് ആസിഡോ അടങ്ങിയ ബോഡി മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം. സ്ട്രെച്ച് മാർക്സ് കൂടുതലും കയ്യിലോ അല്ലെങ്കിൽ വയറ്റിലോ ഒക്കെയാണ്
തൊടയിലൊക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അവിടെ റെറ്റിനോളും ബോഡി മോയ്സ്ചറൈസർ അത് യൂസ് ചെയ്തിട്ട് ബാക്കിയുള്ള ഭാഗങ്ങൾ നിങ്ങൾ ലാക്ടിക് ആസിഡ് ഒക്കെ അടങ്ങിയ ബോഡി മോയ്സ്ചറൈസർ യൂസ് ചെയ്താൽ കുഴപ്പമില്ല. റെറ്റിനോൾ ഇടുന്ന സ്ഥലത്ത് ഒരുമിച്ച് ലാക്ടിക് ആസിഡ് അപ്ലൈ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഗ്ലൈക്കോളിക് ആസിഡോ സാലിസിലിക് ആസിഡോ അടങ്ങി ബോഡി മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. എനിക്ക് തോന്നുന്നു ഈ ആഴ്ചത്തെ മെയിൻ ആയിട്ടുള്ള 3 ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഡൗട്ട് ഉണ്ടെങ്കിൽ, ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒക്കെ കമന്റ് ബോക്സിലോ അല്ലെങ്കിൽ DM-ലോ ഒക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതിന്റെ Q&Aയുടെ തന്നെ അണ്ടറിലെ കമന്റ് ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് Q&Aയിൽ അത് ക്ലിയർ ചെയ്യാവുന്നതാണ്. അപ്പൊ ഈ ആഴ്ചത്തെ Q&Aയിൽ നമ്മൾ മെയിൻ ആയിട്ട് സംസാരിച്ചത് പിമ്പിൾസ് വരുമ്പോഴുള്ള പ്രശ്നങ്ങൾ, അത് മാറാനായിട്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്, സിസ്റ്റിക് ടൈപ്പ് ആക്നെ എങ്ങനെ മാറാന്നുള്ളതിനൊക്കെ പറ്റിയിട്ടും, ലാക്ടിക് ആസിഡ്, ഗ്ലൈക്കോളിക് ആസിഡ് അതല്ലെങ്കിൽ സാലിസിലിക് ആസിഡ് അല്ലെങ്കിൽ ബോഡി മോയ്സ്ചറൈസറിനെ പറ്റിയും, റെറ്റിനോൾ ബോഡി മോയ്സ്ചറൈസർ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റിയിട്ടാണ് പറഞ്ഞത്. ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകൾ നിങ്ങൾക്ക് വേറെ സ്കിൻ കെയറോ ഹെയർ കെയറോ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയുക. നമുക്ക് നെക്സ്റ്റ് വീക്കോ അല്ലെങ്കിൽ ലോങ് വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം. അതല്ല വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയാം, നമുക്ക് മാറ്റാനായിട്ട് ശ്രദ്ധിക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഇതുപോലത്തെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ വീഡിയോ ആയിട്ട് ട്യൂസ്ഡേയും തേഴ്സ്ഡേയും സൺഡേസിലും വരുന്നത്. ഇറ്റ്സ് ലക്ഷ്മി സൈനിങ് ഓഫ്.